നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ് കെട്ടാൻ പോകാൻ കേട്ടോ. കുറച്ചുകൂടി വൃത്തിക്കൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ടും കുറച്ച് വൈക്കോൽ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബെഡ് കെട്ടാൻ പോണ കവറെടുത്തു. അതിൻ്റെ അടിയിൽ നന്നായിട്ട് മടക്കി കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ് കേട്ടോ. വൃത്തിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ വൃത്തിയൊന്നും ആവണില്ല. എന്തായാലും അങ്ങനെ ആയിരിക്കട്ടെ. ഇപ്പോൾ എന്നിട്ട് നന്നായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടിമറച്ച് വെക്കണം. അത് പറഞ്ഞാൽ അതിൽ കാണും, അപ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. എങ്ങനെ അത് പറഞ്ഞു തരേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതിൽ നമ്മൾ ആദ്യം ചെയ്ത ബെഡിൻ്റെ കുറച്ച് വിത്തും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി വെയിറ്റുള്ള ബെഡാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ അടിമറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ നമ്മൾ ഈ കെട്ടിട്ട ഭാഗം ഉള്ളിൽ കയറും, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മളതിലേക്ക് വിത്തിട്ട് കൊടുക്കാം കേട്ടോ. വിത്തൊരു ഏകദേശം കണക്കിന് ഇട്ട് കൊടുക്കുക. നമ്മൾ 5 ലെയറല്ലേ വിത്തിട്ടാൽ. അപ്പോൾ ഒരു 5 ലെയറിനും കൂടി ഉണ്ടാവാൻ തരത്തിൽ വിത്തിട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈക്കോൽ വെക്കണം. വൈക്കോൽ ഇപ്പോഴും വെക്കുമ്പോൾ ഒന്നും ശരിയാവണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ലെയർ വിത്തിടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വെച്ച വൈക്കോലിൻ്റെ സൈഡിൽ കൂടെ വേണം ഇടാൻ. കാരണം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വിത്തുകൾ കാണാൻ പറ്റണം. അങ്ങനെ വേണം വിത്ത് രണ്ടാമത്തെ ലെയറൊക്കെ ഇടാമെന്നാണ് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് കുറച്ചുകൂടി നന്നായിട്ട് വളരുള്ളൂ അത്ര. കാരണം ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് കൂണുണ്ടായി വരുമ്പോൾ കുറച്ചുകൂടി പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വീഡിയോയിൽ നേരെ കാണാനില്ലേ, ഞാൻ വിത്തിടുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെ വിത്ത് കാണില്ലേ. ശരിക്കും അങ്ങനെ ലെയർ പോലെ വരും. ഇത് എൻ്റെ ശരിയായിട്ടില്ല. നമുക്ക് ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ വീണ്ടും ചെയ്ത് കൊടുക്കുക. 5 ലെയർ വിത്താണ് ഇപ്പോൾ നമുക്കതുണ്ടത്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ചാക്കാണല്ലോ, ഒരു ഓറഞ്ച്. ആ ചാക്കിലാണ് നമ്മൾ വൈക്കോലൊക്കെ ഉണക്കാട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈക്കോൽ നന്നായിട്ടൊരു 12 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ വൈക്കോലത്തെ അഴുക്ക് മൊത്തം പോകാനാണ് കേട്ടോ. പക്ഷേ ഞാനൊരു ദിവസമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് മാറ്റാനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു 4-5 മണിക്കൂർ ആവി കയറ്റാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ വൈക്കോലിലുള്ള അണുക്കൾ പോകാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ചാക്കിൽ നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലിട്ടിട്ടാണ് ഉണക്കിയിട്ടുള്ളത് കേട്ടോ. ഉണങ്ങാൻ തന്നെ ഒരു 1-2 ആഴ്ച എടുത്തിട്ടുണ്ട്. കുറച്ച് വെയിലിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. വെയിലത്തിട്ട് ഉണക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈക്കോലും കൂണിൻ്റെ വിത്തും നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ലെയറാണ് ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.